നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ടു കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രകടമായത് കണ്ട് അത്രയ്ക്കും കറകളഞ്ഞ വിശ്വാസമായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന് ഉണ്ടായിരുന്നത്. വിശ്വാസം രൂഢമൂലമാകുന്നത് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടാകുമ്പോഴാണ്. അറിവിന്റെ വർധനവ് വിശ്വാസത്തിന്റെ വർധനക്കാണ്. സ്വഹാബത്തിന് അത്രയും വിശ്വാസം തെളിഞ്ഞതുകൊണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് സമീപിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതുകൊണ്ടും ഈ പിൽക്കാലത്ത് വന്ന അയിമ്മത്തിന്റെ മഹാന്മാരുടെ ശൈലി പോലെ ഈ ഇൽമുകളൊന്നും ക്രോഡീകരിച്ച് പ്രത്യേകമായി പഠിപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബാക്കൾ മുഴുവനും ആദിനീയങ്ങളും സദ്വൃത്തരുമാണ്. ഒരു സ്വഹാബി പോലും ഫാസിഖ് ദുർനടപ്പുകാരൻ എന്നോ അല്ലെങ്കിൽ ഒരു സഹാബിയെ പോലും തമ്മാടി എന്നോ ഒരു സ്വഹാബിയെ പോലും മഹാപാപി എന്നോ പറയാൻ പാടില്ല. ഇതിൽ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല. ഈ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. രണ്ടാം സ്ഥാനത്ത് ഖുലഫാഇന്റെ തർതീബ് പോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇതിലും സ്വഹാബത്തിനിടയിൽ രണ്ടഭിപ്രായം ഇല്ല. മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും യഥേഷ്ടം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്കും അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്കുമാണ്. ഇങ്ങനെ വിശ്വസിക്കൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് നിർബന്ധമാണ്. സ്വഹാബാക്കളിൽപ്പെട്ട വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് അലി റളിയല്ലാഹു അൻഹു തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളും ഒരാളേക്കാൾ മീതയല്ല. ഉസ്മാൻ തങ്ങളെക്കാൾ ഒട്ടും മീതയല്ല അലിയാർ. അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ മീതയല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന പക്ഷക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് തഅലീമു ശൈഖൈനി വ മഹബ്ബത്തുൽ ഖത്നൈനി സുന്നത്തി ജമാഅത്തിന്റെ അടയാളം, യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ അടയാളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനിക്കുക, ആദരിക്കുക. അതോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുക എന്ന് പറയാൻ കാരണം ഈ അലി റളിയല്ലാഹു അൻഹു തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖലീഫയായി അലിയാരെ നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവര് ഖിലാഫത്ത് അർഹിക്കാത്തവരാണ് എന്നുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും അതിലൂടെ സുന്നത്തി ജമാഅത്തിൽ നിന്ന്, വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്ത പ്രത്യക്ഷത്തിലും പരോക്ഷവുമായ ടീമുകൾ ഉണ്ട്. ഇന്ന് പഴയ കാലത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയകളിൽ കൂടി ഏത് വിവരക്കേടും പറയാനും പ്രചരിപ്പിക്കുവാനും മുൻകാലങ്ങളെക്കാൾ സൗകര്യമുള്ള ഒരു കാലമാണ്. മുൻപ് പള്ളി മിഹ്റാബുകളിൽ, അതുപോലെ സ്റ്റേജുകളിൽ, പൊതുപരിപാടികളിലൊക്കെ ഇത്തരം അബദ്ധജടിലമായ വിശ്വാസങ്ങളും ആക്ഷേപങ്ങളും കളവും വഞ്ചനയും നടത്തി പ്രചരിപ്പിക്കുന്നതിന് അതിരുവരമ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അത്തരം കാര്യങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്നതിനാൽ ഷീഴിസം പോലുള്ള ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ തീരെ പ്രചരിച്ചിരുന്നില്ല. അവിടെയും ഇവിടെയും പ്രചരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ആലിമീങ്ങൾ അതിനെ നഖശിഖാന്തം എതിർത്ത് മുളയിലെ അത് നുള്ളിക്കളഞ്ഞു. ഇന്ന് ഏത് വിഡ്ഢിത്തവും അവനവന്റെ റൂമിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുവാനും വിളംബരം ചെയ്യാനും സാധിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഇറാനിന്റെ സഹായത്തോടുകൂടി പള്ളിയും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കി ആ പ്രചരണത്തിൽ ശേഷം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരസ്യമായ മേറാബിൽ നിന്നൊരു ഖതീബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഫാറൂഖ് തങ്ങളെയും അതുപോലെ ഹഫ്സ ബീവിയെയും ആയിഷ ബീവിയെയും ശപിക്കുകയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പിടിച്ച് ആക്രമിച്ചു എന്ന് പ്രചരിപ്പിക്കുകയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അവിടുത്തെ ഗർഭസ്ഥ ശിശുവരെ മരിച്ചു പോകാൻ ഇടയാക്കുന്ന വിധത്തിൽ ആക്രമിച്ചു വീഴ്ത്തിയിട്ടു എന്നുവരെ ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനുമായി യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ പലതിൻ്റെ പേരിലും അമേരിക്കയോടും മറ്റ് ജൂതപരീക്ഷകളോടും ഇസ്രായേലിനോടും ലോക പോലീസിനോടും അമർഷവും വിദ്വേഷവും
അവർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉള്ളതിൻ്റെ പേരിൽ അറിയാതെ ഇറാനിനെ പിന്താങ്ങുകയും ഇറാൻ ഒരു ആത്മീയ ബോധമുള്ള രാഷ്ട്രമാണ് എന്ന് വരുത്തി തീർക്കുമാർ വിധം ചെറുപ്പക്കാർ ആവേശത്തോടുകൂടി അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് 20% ഷീസം ഉള്ളത്. ഷിയായിസം ആ പേര് ഒരു രാഷ്ട്രമുള്ളത് ഇറാൻ മാത്രമാണ്. ഇപ്പോൾ അയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഷീസം അധികാരത്തിൽ വന്നതോടുകൂടി 2030 ആകുമ്പോഴേക്ക് 2030-35 ആകുമ്പോഴേക്ക് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് 60% ഷിയാക്കളായി മാറ്റാൻ ഹിഡൻ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ വകുപ്പിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 50% ചെലവഴിക്കപ്പെടുന്നത് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഷീയിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഷീയിസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗത്തും തകൃതിയായ ഹിഡൻ അജണ്ടയോടുകൂടി ഷീയിസം പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഷീയിസം